ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം തല എവിടെയെങ്കിലും തട്ടി ഗ്രാഫ്റ്റ് പറഞ്ഞു വന്നിട്ടുണ്ടോ? പല ആളുകൾക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് ഒന്നുകിൽ സർജിക്കൽ ക്യാപ്പ് എവിടെയെങ്കിലും തട്ടി, അതായത് ഈ ടെമ്പിൾ ഏരിയയിലൊക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഊരുന്ന സമയത്ത് ഈ സർജിക്കൽ ക്യാപ്പിന്റെ അവിടെ ഈ ഗ്രാഫ്റ്റുകളെല്ലാം ഒട്ടിപ്പിടിച്ചിരുന്ന് ക്യാപ്പ് ഊരുന്നതിന്റെ കൂടെ തന്നെ ഈ ഗ്രാഫ്റ്റുകൾ പറഞ്ഞു വരാം. അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചൊറിഞ്ഞു പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എണീറ്റ് കഴിഞ്ഞാൽ തലയുടെ മുകളിൽ കുറച്ച് ഗ്രാഫ്റ്റുകളെല്ലാം പറഞ്ഞു വന്നതായിട്ട് കാണാം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ പല ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കൂ. ഇത് പുള്ളി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഉടനെ എടുത്ത പിക്കാണ്. ഇത് പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ഒരു ഫോട്ടോ നിങ്ങൾ നോക്കൂ. ഇത് പുള്ളി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതിന് ശേഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തല കാറിന്റെ മുകളിൽ എവിടെ തട്ടി അങ്ങനെ എടുത്ത ഫോട്ടോ ആണ്. ഇതിൽ 3-4 ഗ്രാഫ്റ്റുകളെല്ലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞു വന്ന ഗ്രാഫ്റ്റുകളെല്ലാം വേസ്റ്റ് ആണ്. ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കാറിലേക്ക് കയറുന്ന സമയത്തൊക്കെ തട്ടി ഗ്രാഫ്റ്റുകൾ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ സർജൻ അവിടെ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പറഞ്ഞു വന്ന ഗ്രാഫ്റ്റുകളെല്ലാം വേസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ ചെയ്യാനുള്ളത് നമ്മുടെ തല നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരിക്കലും ഉറക്കത്തിൽ ചൊറിയരുത്. ചില ആളുകളെല്ലാം കൈയൊക്കെ കെട്ടി ഉറങ്ങാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. ഈ ഗ്രാഫ്റ്റ് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് വീണ്ടും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിയ ഉടനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റും. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഹെഡ് വാഷ് ചെയ്യുന്നവരെ നമ്മൾ വീട്ടിലിരിക്കണം, വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ ഇതുകൂടെയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്